നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പാലപ്പിള്ളി എരിക്കോട് സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാന ചരിഞ്ഞു. 4 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായി. തലക്കേറ്റ പരിക്കും ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതവുമാണ് ആന ചരിയാൻ കാരണമെന്ന് പ്രാഥമിക നിഗമനം. വടക്കാഞ്ചേരി അകമറയിൽ കാട്ടാന ശല്യം രൂക്ഷമായ സ്ഥലങ്ങൾ ഡിവിഷൻ കൌൺസിലർ ബുഷറ റഷീദിനൊപ്പം ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. കൃഷി നശിച്ച കർഷകർക്ക് അടിയന്തര ധനസഹായം നൽകണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. റവന്യൂ സ്കൂൾ കലോത്സവം കുന്നംകുളത്ത് തുടരുന്നു. കലോത്സവത്തിൽ ആദ്യമായി ഗോത്രകലകൾ അരങ്ങേറി. കുന്നംകുളത്ത് നടക്കുന്ന 35ാം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി പതാക ഉയർത്തി. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള തീരുമാനം താൽക്കാലികമായി പിൻവലിച്ചു. വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ടോൾ പിരിക്കാനുള്ള തീരുമാനം മാറ്റിയത്. ദേശീയപാത ചിറങ്ങരയിൽ നിർമ്മിക്കുന്ന അടിപ്പാതയ്ക്ക് വേണ്ടത്ര ഉയരമില്ലെന്ന വിവരം പുറത്തുവന്നതോടെ നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ചരക്ക് ലോറികളടക്കമുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോകണമെങ്കിൽ അടിപ്പാതയുടെ ഉൾഭാഗത്ത് 5.5 മീറ്റർ ഉയരം ആവശ്യമാണെന്ന് നാട്ടുകാർ. 36ാമത് സംസ്ഥാനതല അമ്പെയ്ത്ത് മത്സരത്തിൽ അണ്ടർ 13 വിഭാഗത്തിൽ തൃശൂർ ചാമ്പ്യന്മാർ. നവംബർ 29 മുതൽ ഡിസംബർ 2 വരെ എറണാകുളത്ത് നടന്ന അമ്പെയ്ത്ത് മത്സരത്തിലാണ് അണ്ടർ 13 വിഭാഗത്തിൽ തൃശൂർ ചാമ്പ്യന്മാരായത്. റെയിൽവേയുടെ മാത്രം ചെലവിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാനുള്ള പുതിയ നയത്തിൽ തൃശൂരിലെ 3 ഗേറ്റുകൾ കൂടി ഉൾപ്പെടുത്തി. വടക്കാഞ്ചേരി പാർലിക്കാട്, പുതുക്കാട് തുറവ്, ഇരിങ്ങാലക്കുട കേരള ഫീഡ്സിന് സമീപത്തെ റെയിൽവേ ഗേറ്റുകളാണ് മേൽപ്പാല നിർമ്മാണത്തിനായി റെയിൽവേ ഏറ്റെടുത്തിട്ടുള്ളത്. ടൂറിസം ഹബ്ബാകാൻ ഒരുങ്ങി മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ പൊതുമ്പുച്ചിറ. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ പദ്ധതിക്ക് അംഗീകാരമായി. നിർമ്മാണം പൂർത്തീകരിച്ച ഒളരിക്കര അമ്പാടിക്കുളം സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അയ്യന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. പ്രതിഷേധ ധർണ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. നടത്തറ മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക അവഗണനയ്ക്കെതിരെ നടത്തറ കൃഷിഭവന് മുൻപിൽ ധർണ നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. കേരള മാപ്പിള കലാ അക്കാദമി തൃശൂർ ജില്ലാ ചാപ്റ്ററിന്റെ വാർഷികാഘോഷ പരിപാടികൾ ചാവക്കാട് നടന്നു. കേരള മാപ്പിള കലാ അക്കാദമി കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് K റഫീഖ് ഉദ്ഘാടനം ചെയ്തു. CPM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പതാക ദിനം ആചരിച്ചു. നെല്ലുവായ് CITU യൂണിയൻ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് പതാക ഉയർത്തി. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ഭിന്നശേഷി ദിനാചരണവും വിളംബര ജാഥയും നടത്തി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തു. കോടമുക്ക് AMLP സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ ലോക മണ്ണ് ദിനം ആചരിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൂർണിമ നിഖിൽ മണ്ണ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വനിതകൾക്കുള്ള യോഗ പരിശീലന പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളാങ്ങല്ലൂർ ഒലീവിയ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കർഷകമിത്ര പുരസ്കാരം ജൈവ കർഷകനായ വെള്ളാങ്ങല്ലൂർ വള്ളിവട്ടം സ്വദേശി സലീം കാട്ടകത്തിന് സമ്മാനിച്ചു. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് പുരസ്കാരം സമ്മാനിച്ചു. AIYF ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മണലൂർ മണ്ഡലം കമ്മിറ്റി മുല്ലശ്ശേരിയിൽ നൈറ്റ് മാർച്ച് നടത്തി. വയനാട് ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷനുമായി ചേർന്ന് ശനിയാഴ്ച ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു. ET ടൈസൺ MLA മത്സരം ഉദ്ഘാടനം ചെയ്യും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മനക്കുടി യൂണിറ്റ് സമ്മേളനം അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ വയനാട് ദുരിതബാധിതരോടുള്ള അവഗണനയ്ക്കെതിരെ AIYF ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തിയിൽ നൈറ്റ് മാർച്ച് നടത്തി. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ ഉദ്ഘാടനം ചെയ്തു.
വയനാട് ദുരന്തത്തിൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ LDF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. AG's ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPI കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര കുഴൽപ്പണക്കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി കുന്നംകുളം കോടതി ഉടനെടുത്തേക്കും. സതീഷിന്റെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം തൃശൂർ CJM കോടതി അനുമതി നൽകിയിരുന്നു. കുന്നംകുളം കേച്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 8 കിലോ കഞ്ചാവുമായി കേച്ചേരി മണലി സ്വദേശി തലക്കൽ വീട്ടിൽ സുനിൽ ദത്തിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. അശാസ്ത്രീയമായി പീച്ചി ഡാം തുറന്ന സംഭവത്തിൽ ലോകായുക്ത ഹിയറിംഗ് ഈ മാസം 20-ന് ആരംഭിക്കും. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കയ്പമംഗലം കമ്പനിക്കടവിന് സമീപം സ്വകാര്യ വ്യക്തി കടൽ ഭിത്തി പൊളിച്ചു നീക്കിയെന്നാരോപിച്ച് BJP പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് AIYF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം കനിഷ്കൻ വല്ലൂർ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ ജനവഞ്ചനയ്ക്കും ദുർഭരണത്തിനുമെതിരെ പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ഏകദിന ഉപവാസ സമരവും നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന CN ബാലകൃഷ്ണന്റെ 6ാം ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, CN ബാലകൃഷ്ണന്റെ സഹധർമ്മിണി തങ്കമണി, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളം തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ ജില്ലാതല സമാപന സമ്മേളനം തൃശൂരിൽ നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ സെന്റിനറി ഹാളിൽ നടന്ന സമാപന സമ്മേളനം ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബും ചക്കാംപറമ്പ് വിജ്ഞാനദായിനി സഭയും ചേർന്ന് സംഘടിപ്പിച്ച കാർഷിക മേളയും സൗജന്യ മെഡിക്കൽ ക്യാമ്പും മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് PD ദിനേശ് അധ്യക്ഷനായി. കേരള പഠന മഹാസഭയും മരുതയൂർ പുരോഗമന സമുദായവും സംയുക്തമായി വാർഷിക പൊതുയോഗം നടത്തി. ഭരണസമിതി പ്രസിഡന്റ് ഭാസ്കരൻ മന്നത്ത് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചേർപ്പിൽ ലോക മണ്ണ് ദിനം ആചരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ലോക മണ്ണ് ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പൂജാ ബമ്പർ നറുക്കെടുപ്പിൽ 2ാം സമ്മാനം തൃപ്രയാർ സ്വദേശിക്ക്. മേൽതൃക്കോവിൽ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന മണക്കാട്ട് ചന്ദ്രനാണ് 2ാം സമ്മാനമായ 1 കോടി രൂപയ്ക്ക് അർഹനായത്. നഗരസഭാ ജീവനക്കാരുടെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന DA കുടിശ്ശികയും ലീവ് സറണ്ടർ ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യണമെന്ന് കേരള ലോക്കൽ ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ പൊന്നാനി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അസ്കർ അധ്യക്ഷത വഹിച്ചു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.